എൻ്റെ ഹെയർ റിസീഡിങ്ങിൻ്റെ പാറ്റേൺ ആക്ച്വലി ഫീമെയിൽ അല്ല, ഒരു മെയിൽ പാറ്റേൺ ആണുള്ളത്. ഹായ്, എൻ്റെ പേര് നീനു എന്നാണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു പേഷ്യൻ്റ് ആണ്. ഞാൻ ആക്ച്വലി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ട് ഇവിടെ വന്ന ഒരാളല്ല. എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ PRP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അവിടെ ഒട്ടും ഹെയർ ഇല്ലാത്ത കൊണ്ട്, അതും ആ ഒരു ഫോർഹെഡിൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. PRP ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അത്ര എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ക്ലിനിക്കിൻ്റെ ഡോക്ടറാണ് ഇവിടെ ഡോക്ടർ നവീൻ തോമസിനെ റെഫർ ചെയ്തത്. പിന്നെ എനിക്ക് വേറൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഡോക്ടർ നവീൻ തോമസിനെ അന്ന് തന്നെ വന്ന് കാണുക ചെയ്തത്. അപ്പോൾ ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് എന്തെങ്കിലും ക്വയറീസോ ഉണ്ടെങ്കിലായാലും റിസപ്ഷനിലെ സ്റ്റാഫ് ആണെങ്കിലും അതുപോലെ ബാക്കിയുള്ള ലൈക്ക് മെഡിക്കൽ സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു, എസ്പെഷ്യലി ബ്ലെസൽ. കാരണം like I had a lot of confusion in my mind, like how is the treatment going to be, like because I was very skeptical about lot of things. അപ്പം അത് നമ്മൾ എന്ത് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും അവരത് ക്ലിയർ ചെയ്ത് തരാനും അവർക്ക് നല്ല പേഷ്യൻസോട് കൂടി സംസാരിക്കാനും നല്ല കേർട്ടസി ആയിട്ട് സംസാരിക്കാനൊക്കെ അവരുടെ ബിഹേവിയർ ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഡോക്ടർ ആണെങ്കിലും ഹി ഈസ് ഓൾവേസ് ഹാവിങ് എ വെരി സ്മൈലിംഗ് ഫേസ് ആൻഡ് വെരി റിലാക്സ്ഡ് ആൻഡ് കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സർജറി ചെയ്യുമ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഒന്നും ഉണ്ടാവാതെ ഹി വാസ് വെരി കമ്പോസ്ഡ് ആൻഡ് വെരി കാം ആൻഡ് ഹി വിൽ മേക്ക് യു കംഫർട്ടബിൾ ഓൾസോ. സർജറിയുടെ ഡേയിലാണെങ്കിലും എൻ്റെ ഒരു 1 ഡേ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർജറി ആയിരുന്നു. അത്രയും ഒരു ലെങ്തി പ്രൊസീജിയർ ആകുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലമേ ഉണ്ടായില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് ചെയ്തു. എല്ലാ കൂടെയുള്ള അസോസിയേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും വളരെ നല്ല രീതിയിലായിരുന്നു ബിഹേവ് ചെയ്തത്. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഇൻ മൈ കേസ് ഐ എം ഫീലിംഗ് വെരി കോൺഫിഡൻറ്റ് ബിക്കോസ് ദിസ് ഈസ് സംതിങ് വിച്ച് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്, ഐ തിങ്ക്, ബീങ് എ ഫീമെയിൽ. ആൻഡ് ലൈക്ക് ആസ് ഐ ടോൾഡ് ഏർലിയർ, എനിക്ക് ഒരു ഫീമെയിൽ പാറ്റേണിലല്ല എൻ്റെ ഹെയർ റിസീഡിങ് വന്നിരുന്നത്. സോ ഐ വാസ് വെരി അൺകംഫർട്ടബിൾ. പക്ഷേ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് when I saw the results and when I saw the progress of the result, I'm very happy and I feel very confident right now.